കെ ബാബുവിനെതിരായ നിലപാടിൽ ഉറച്ച വി.എം. സുധീരൻ തന്റെ നിലപാട് ഉന്നതാധികാര സമിതിയിൽ പറയുമെന്നും സുധീരൻ പറഞ്ഞു. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെയല്ല കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഈ കാര്യത്തിലൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ UDFിൻ്റെ നിലപാട് പറഞ്ഞത് അവിടെ കൃത്യമായ ചർച്ചയ്ക്ക് ശേഷമാണ്. ആ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ പ്രാഥമികമായ അഭിപ്രായം അവിടെ പറഞ്ഞിട്ടുണ്ട്. APCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ UDFിൽ ചർച്ച വന്ന സന്ദർഭത്തിൽ അവിടെ പ്രാഥമികമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് സമഗ്രമായ ഒരു അഭിപ്രായം പറയുന്നത് 24-ന് ശേഷം 24-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഈ വിഷയം എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് അതേക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായം, സമഗ്രമായ ഒരു അഭിപ്രായം പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. ജോലി സമയത്തെ ഓണാഘോഷ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച MM ഹസൻ വർഗീയമായി കാണുന്നവരാണ് തീരുമാനത്തെ എതിർക്കുന്നവരെന്നും MM ഹസൻ പറഞ്ഞു. പ്രവൃത്തി സമയം ഓഫീസുകളിൽ ഓണത്തിൻ്റെ പൂക്കളം ഇടരുത്. പലരും അതിനെ രാഷ്ട്രീയമായി എതിർത്തു. ഞാൻ പരസ്യമായി അനുകൂലിച്ചു. കാരണം അതിനെ അനുകൂലിക്കാൻ കാരണം അതിനെ രാഷ്ട്രീയമായിട്ടല്ല പലരും വിമർശിച്ചത്, അതിനെ വർഗീയമായി വിമർശിച്ചു. കെ ബാബുവിന്റെയും ബന്ധുക്കളുടെയും വിദേശ യാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ വിജിലൻസ് നിർദ്ദേശം. ഇക്കാര്യം ആവശ്യപ്പെട്ട ഇമിഗ്രേഷൻ ഓഫീസർക്ക് വിജിലൻസ് കത്ത് നൽകി. ബാബുവിന്റെ സ്വത്ത് വിവരം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ആദായനികുതി വകുപ്പിനും രജിസ്ട്രേഷൻ IG-ക്കും വിജിലൻസ് നേരത്തെ കത്ത് നൽകിയിരുന്നു. മന്ത്രിയായിരിക്കെ കെ ബാബു നടത്തിയ വിദേശയാത്രകളെക്കുറിച്ചാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബാബുവിന്റെ പാസ്പോർട്ട് വിജിലൻസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ബാബുവിന്റെ ബന്ധുക്കളുടെയും ബിനാമികളുടെയും പാസ്പോർട്ട് വിജിലൻസിന് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇമിഗ്രേഷൻ ഓഫീസർക്ക് വിജിലൻസ് കത്ത് നൽകിയിരിക്കുന്നത്. ബാബുവിന്റെയും ബന്ധുക്കളുടെയും ബിനാമികളുടെയും യാത്രാവിവരങ്ങൾ ലഭ്യമാക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ IG-ക്ക് വിജിലൻസ് കത്ത് നൽകിയിരുന്നു. ബാബുവിന്റെയും ബിനാമികളുടെയും സ്വത്തുക്കൾ കണ്ടെത്താനാണ് വിജിലൻസിന്റെ ഈ നടപടി. ആദായനികുതി വകുപ്പിനും വിജിലൻസ് നേരത്തെ കത്ത് നൽകിയിട്ടുണ്ട്. ആദായനികുതി റിട്ടേൺ സമർപ്പിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനാണ് ആദായനികുതി വകുപ്പിന് കത്ത് നൽകിയിട്ടുള്ളത്. വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ ശക്തമായ അന്വേഷണമാണ് വിജിലൻസ് നടത്തുന്നത്. കേസിൽ പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയ അന്വേഷണ സംഘം പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന തുടരുകയാണ്. ഒരാഴ്ചയ്ക്കകം പരിശോധനകൾ പൂർത്തിയാക്കി വിജിലൻസ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള കോൺഗ്രസിനെ ഒറ്റയ്ക്കാക്കി തകർക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല എന്ന് KM മാണി. കള്ളക്കേസുകളിൽ കുടുക്കി ഒതുക്കാനാവില്ല. സമൂഹ വിവാഹത്തിൽ അഴിമതിയുണ്ട് എന്ന് പറയുന്നത് മുലപ്പാലിൽ ഉപ്പ് ചേർക്കുന്നത് പോലെയാണെന്നും KM മാണി പറഞ്ഞു. കള്ളക്കേസുകളിൽ കുടുക്കി കേരള കോൺഗ്രസിനെ ഒതുക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അത് വിലപ്പോവില്ല എന്ന് ധൈര്യത്തോടുകൂടി ഞാൻ പറയട്ടെ. ഞങ്ങൾ വിരളുകയില്ല. 10 മടങ്ങ് ശക്തിയോടുകൂടി ഞങ്ങൾ ആഞ്ഞടിക്കും. ഞാനത് ആരാണ് അതിന്റെ പിന്നിലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഗവൺമെന്റ് ഇത് പരിശോധിക്കണം. പൊതുപ്രവർത്തകർക്കെതിരെ, രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്ര ലാഘവത്തോടുകൂടി കേസിലെടുക്കാവോ? JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട ഫലം പുറത്തു വന്നപ്പോൾ SFI ഐസ സഖ്യത്തിന് റെക്കോർഡ് ഭൂരിപക്ഷം. കൗൺസിലർ സീറ്റുകളിൽ 16-ൽ 14 സീറ്റിലും ഇടത് യുണൈറ്റഡ് സഖ്യം വിജയിച്ചു. ABVP ഒരു സീറ്റിൽ മാത്രമായി ഒതുങ്ങി. ദില്ലി യൂണിവേഴ്സിറ്റിയിൽ മുൻ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം നിലനിർത്താൻ ABVPക്ക് സാധിച്ചില്ല. ചരിത്രമെഴുതി സഖ്യമായി മത്സരിച്ച SFIയും ഐസയും JNUവിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് അടുത്തു. ആദ്യഘട്ട വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ ABVPക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. 16 കൗൺസിലർ സീറ്റുകളിൽ 14-ലും യുണൈറ്റഡ് ലെഫ്റ്റ് സഖ്യം നേടി. സാൻസ്ക്രിറ്റ് കൗൺസിലർ സീറ്റിൽ മാത്രമാണ് ABVPക്ക് ചെറിയ മുൻതൂക്കം നേടാനായത്. ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം തീർച്ചയായും ഇടതുപക്ഷത്തിനൊപ്പം തന്നെ ആയിരിക്കും. പരമ്പരാഗതമായി ABVPക്ക് മേൽക്കൈ ലഭിക്കാറുള്ള സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ 5 സീറ്റുകളും SFI ഐസ സഖ്യം സ്വന്തമാക്കി. അന്തിമ ഫലപ്രഖ്യാപനം നാളെയാണ്. അതേസമയം ദില്ലി യൂണിവേഴ്സിറ്റിയിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനം ABVP നിലനിർത്തി. छात्रों की आवाज बने हैं हमेशा और आने वाले समय भी उनके अधिकारों के लिए ऐसे ही लड़ते. എന്നാൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം ABVPക്ക് നഷ്ടമായി. കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷം നേടിയ ABVP വോട്ടുകൾ ഇത്തവണ NSUവിലേക്ക് ചോർന്നു. 3 സീറ്റുകൾ നിലനിർത്താൻ സാധിച്ചെങ്കിലും മുൻ തെരഞ്ഞെടുപ്പുകളിലെ ഭൂരിപക്ഷം നിലനിർത്താൻ ABVPക്ക് സാധിച്ചില്ല. JNUവിലും ABVPക്ക് മുന്നിൽ വൻ തിരിച്ചടി ഉണ്ടായേക്കുമെന്ന സൂചനകളും ആദ്യ വോട്ടെടുപ്പ് ഫലസൂചനകളിൽ നിന്ന് വ്യക്തമാണ്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം അനുവദിക്കില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം നടക്കുന്നുണ്ടോ എന്നത് വിശദീകരണം നൽകുന്നവർക്കറിയാം. RSSന്റെയും BJPയുടെയും പ്രതികരണം ഇരുട്ടിൽ പൂച്ചയെ തപ്പുന്നതിന് തുല്യമാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടത്ത് തപ്പുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് അവർ ചെയ്യുന്നത്.
ഒരു സംഘടനയും നിരോധിച്ച് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരല്ല ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉണ്ടാവുമായിരുന്നില്ല. RSSൻ്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നില്ല എന്ന് മാത്രമല്ല, RSSൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. അവർ നന്നായിട്ട് പ്രവർത്തിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആകെ പറയുന്നത് ഈ ക്ഷേത്ര പരിസരം, ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് അത്തരം പരിശീലന കളരിയാക്കരുതെന്ന്. കൊല്ലത്ത് വിജയലക്ഷ്മി കാഷ്യൂ ഫെഡ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം. CPM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, മുകേഷ് MLA എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകുകയാണ്. ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധ സമരം. രാജ്കുമാർ കൊല്ലത്ത് നിന്ന്. രാജ്കുമാർ, വിശദാംശങ്ങൾ. ഈ കാഷ്യൂ വർക്കേഴ്സ് സ്റ്റാഫ് യൂണിയൻ CHUവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5-ാം തീയതി മുതൽ തന്നെ ഈ ഹെഡ് ഓഫീസിന് മുന്നിൽ സമരം നടത്തിയിരിക്കുകയായിരുന്നു. ഇത്രയും ദിവസം പിന്നിട്ടും ഇന്ന് ബാങ്ക് അടച്ചിട്ട് പോലും ഇതിന് ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ സ്റ്റാഫ് യൂണിയനും ഒപ്പം തന്നെ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അരുൺ സൂചിപ്പിച്ചതുപോലെ CPM കൊല്ലം ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, അതുപോലെ കൊല്ലം MLA മുകേഷ്, ഇരവിപുരം MLA നൌഷാദ്, കൊല്ലം മേയർ രാജേന്ദ്ര ബാബു, കാപെക്സിന്റെ ചെയർമാൻ സുധേവൻ തുടങ്ങി നേതാക്കന്മാർ, CPMന്റെയും CHUവിന്റെയും മുഴുവൻ നേതാക്കന്മാർ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരിപ്പോൾ ഗേറ്റ് ഉപരോധിക്കുകയാണ്. സ്റ്റാഫുകളും ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം 12,000-ഓളം തൊഴിലാളികളാണ് വിജയലക്ഷ്മി കാഷ്യൂസിൽ പണിയെടുക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷമായി ഈ ഫാക്ടറികൾ അടച്ചിട്ടിരിക്കുന്നു. യാതൊരു കാരണവശാലും ഫാക്ടറി തുറക്കില്ല എന്നുള്ള നിലപാടിലാണ് മാനേജ്മെന്റ് ഇതുവരെയുള്ള സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സമരം കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുള്ളത്. കശുവണ്ടി വിജയലക്ഷ്മി കാഷ്യൂസിന്റെ ഉൾപ്പെടെയുള്ള മുഴുവനും സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾക്ക് മുന്നിൽ CHUവിന്റെ നേതൃത്വത്തിൽ കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CHUവിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കഞ്ഞിവെപ്പ് സമരം ഉൾപ്പെടെയുള്ള അനിശ്ചിതകാല സമരം നടത്തി വരികയാണ്. അതിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇപ്പോഴത്തെ സമരം. ഇതിൽ ഒത്തുതീർപ്പാകാതെ യാതൊരു കാരണവശാലും സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ്. അതേസമയം മാനേജ്മെന്റ് പ്രതിനിധികൾ ആരും ഇവിടെ ഇല്ലാത്തതിനാൽ തിങ്കളാഴ്ച മാത്രമേ ചർച്ച ചെയ്യാനാവൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയേക്കും. രാജ്കുമാർ കൊല്ലത്ത് നിന്ന്. എയർ ഇന്ത്യ സ്റ്റാറ്റ്സ് വൈസ് പ്രസിഡന്റിനെതിരെ ലൈംഗിക ആരോപണത്തിന് പരാതി. എയർ ഇന്ത്യ സ്റ്റാറ്റ്സ് വൈസ് പ്രസിഡന്റ് ബിനോയ് ജേക്കബിനെതിരെ സ്റ്റാറ്റ്സിലെ ജീവനക്കാരി തന്നെയാണ് പരാതി നൽകിയത്. സ്ഥാപനത്തിനുള്ളിൽ വെച്ച പലതവണ ലൈംഗിക താൽപര്യത്തോടെ പെരുമാറിയതായി പരാതിയിൽ പറയുന്നു. മ്യൂസിയം പോലീസ് സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. പാലക്കാട് തിരുവിഴാംകുന്ന് കന്നുകാലി ഫാമിലെ കാലികൾക്ക് ബ്രൂസലോസിസ് രോഗം. ആകെയുള്ള 300-ൽ 84 കാലികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് പ്രവർത്തിക്കുന്ന വെറ്റിനറി സർവകലാശാലയ്ക്ക് കീഴിലെ കന്നുകാലി ഫാമിലാണ് ജന്തുജന്യ രോഗമായ ബ്രൂസലോസിസ് പടർന്നു പിടിക്കുന്നത്. മൃഗങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെയും വായുവിലൂടെയും രോഗം വന്ന പശുവിൻ്റെ പാലുപയോഗിക്കുന്നതിലൂടെയും രോഗം മനുഷ്യരിലേക്ക് പടരാം. പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുകയും ക്ഷീണം, സന്ധിവേദന എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്ന രോഗബാധയാണ് ബ്രൂസെല്ല. ഫാമിലെ 84 കന്നുകാലികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രോഗം പിടികൂടിയവയാണിവ. രോഗബാധ കണ്ടെത്തിയവയെ കൊന്നൊടുക്കാനാണ് വെറ്റിനറി സർവകലാശാലയുടെ തീരുമാനം. രോഗം സ്ഥിരീകരിച്ചവയെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഇവയെ കൊല്ലാൻ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനുള്ള സൗകര്യം തിരുവിഴാംകുന്നിലില്ല. മണ്ണുത്തിയിലെത്തിച്ച് കുത്തിവയ്പ് നൽകിയേ കൊല്ലാൻ കഴിയൂ. ഇതിന് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡ്. പ്രശ്നത്തിൽ വെറ്റിനറി സർവകലാശാലയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കണ്ണൂർ തലശ്ശേരിയിൽ തെരുവുനായയുടെ ആക്രമണം. നാടോടി സ്ത്രീയാണ് തെരുവുനായക്കൂട്ടം ആക്രമിച്ചത്. ഇവർ താമസിച്ചിരുന്ന ടെന്റിനകത്ത് കയറിയാണ് നായകൾ ആക്രമിച്ചത്. മമ്പരം പാലത്തിനടുത്തുള്ള നാടോടി സ്ത്രീയാണ് തെരുവുനായ്ക്കൂട്ടം ആക്രമിച്ചത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. ഹുൻസൂർ സ്വദേശി രാധയെ ഉറങ്ങിക്കിടക്കവെ തെരുവുനായ്ക്കൾ ആക്രമിക്കുകയായിരുന്നു. മേൽചുണ്ട് നായ്ക്കൂട്ടം കടിച്ചെടുത്തിട്ടുണ്ട്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ രാധയെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഓണം ഹൈന്ദവ ആഘോഷമല്ലെന്ന് ശ്രീകുമാരൻ തമ്പി. പീപ്പിൾ TVയുടെ അന്യോന്യം പരിപാടിയുടെ ഓണപ്പതിപ്പിലാണ് ശ്രീകുമാരൻ തമ്പിയുടെ പ്രതികരണം. അന്യോന്യം ഇന്ന് രാത്രി 7:30 പീപ്പിളിൽ കാണാം. വർഗീയ ചിന്താഗതി സമീപകാലത്താണ് മലയാളികൾക്കിടയിൽ ഇത്ര വ്യാപകമായതെന്നാണ് ശ്രീകുമാരൻ തമ്പിയുടെ പക്ഷം. അതുകൊണ്ടുതന്നെയാണ് ഓണത്തെ ഹിന്ദുമതാചാരം എന്ന നിലയിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ വിവാദങ്ങളുടെ രൂപാന്തരമെന്നും അദ്ദേഹം പറയുന്നു. കേരളീയ സമൂഹത്തിൽ ഇത്തരമൊരു വിഭാഗീയത സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. ഓണം നമ്മുടെ ദേശീയോത്സവമാണ് മലയാളികളുടെ എന്ന് നമ്മളെല്ലാവരും പറയുന്നു. അടുത്ത കാലത്ത് ഓണം ഹിന്ദുക്കളുടേതാണ് എന്ന് പറഞ്ഞ ചില തർക്കങ്ങളും സംസാരങ്ങളും ഒക്കെ സമൂഹത്തിൽ അതൊരിക്കലും ശരിയല്ല. ഇതിനോട് പ്രതികരിക്കാൻ ആഗ്രഹമുണ്ടോ? പ്രതികരിക്കുന്നത് അത് ഒരിക്കലും ശരിയല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത കാലത്താണ് ഈ വർഗീയത നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഉയർന്നു വരുന്നതും
അത് ചർച്ചാ വിഷയമാക്കുന്നതും ഒക്കെ തന്നെ അടുത്ത കാലത്താണ്. അതിന് മീഡിയയ്ക്ക് നല്ലൊരു പങ്കുണ്ട്. ഓണത്തിന് ഐതിഹ്യപ്പെരുമയ്ക്കപ്പുറം ചില മാനവിക തലങ്ങൾ ദർശിക്കുന്നുണ്ട് ശ്രീകുമാരൻ തമ്പി. കഥകളുടെ പൗരാണികതയിൽ തുടങ്ങി കമ്മ്യൂണിസത്തിൽ വരെ ചെന്നെത്തുന്നുണ്ട് ആ ദർശനങ്ങൾ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിയാർജിക്കാൻ കാരണം മലനാട്ടുകാർ മാവേലിയുടെ പ്രജകളായതുകൊണ്ടാണെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. കേരളത്തിലെ പോലെ കമ്മ്യൂണിസം ജയിച്ച വേറൊരു രാജ്യം പ്രദേശം ലോകത്തില്ല. മാവേലിയുടെ പ്രജകളാണ് എന്ന ഒരു കാര്യം കൂടി അതിന്റെ പുറകിൽ സാംസ്കാരികമായി അതാണ് മാവേലികളുടെ പ്രജകളായതുകൊണ്ട് കമ്മ്യൂണിസം വന്നത്, അല്ലെ വരില്ല. തന്റെ ഓണപ്പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിപ്ലവബോധവും പ്രകൃതി സ്നേഹവുമെല്ലാം കവി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഓണം സമ്പന്നന്റേതു മാത്രമല്ല, ദരിദ്രന്റേതു കൂടിയാണെന്ന് ശ്രീകുമാരൻ തമ്പി ഓർമ്മിപ്പിക്കുന്നു. ഓണം ആഘോഷമാണ്. ഓണം നമ്മൾ നേരത്തെ ഞാൻ തന്നെ പറഞ്ഞ പോലെ നമ്മൾ സന്തോഷിക്കുന്ന അവസരമാണ്. പക്ഷേ ഓണത്തിൽ സന്തോഷിക്കാൻ ഭാഗ്യമില്ലാത്ത ഒരു വിഭാഗത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട ഓണത്തിനാണ്. ന്യൂസ് ഡെസ്ക്.